ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പെർഫോറ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്നും ഒരു ടൂത്ത് പേസ്റ്റിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനിതൊരു 6 month ഒക്കെ ആയിട്ട് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നു പെർഫെക്റ്റ് ടൈമാണ് ഇതിന്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ പല്ല് ആക്ച്വലി കുറച്ചൊരു യെല്ലോയിഷ് കളർ ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് കോംപ്ലക്സ് അടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടൂത്ത് പേസ്റ്റ് മേടിച്ചത്. എൻ്റെ ഈ ഒരു 2 പല്ല് എങ്ങനെ പോയാലും കുറച്ച് മഞ്ഞ കളറിൽ ഇരിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഞാൻ പല്ല് തേക്കുന്നതിന് കുഴപ്പമായിരിക്കും, എൻ്റെ ടൂത്ത് പേസ്റ്റിന് കുഴപ്പമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് നല്ല ടൂത്ത് പേസ്റ്റ് മേടിച്ചേക്കാം എന്ന് വിചാരിച്ചു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 299 രൂപ, 300 രൂപയാണ്. ഡ്രീം വൈറ്റ് ടൂത്ത് പേസ്റ്റ് അപ് ടു 3x വൈറ്റർ ടീത്ത് കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അഡ്വാൻസ്ഡ് ടീത്ത് വൈറ്റനിങ് ഫോർമുല യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് മിന്റിന്റെ ഫ്ലേവർ ആണ് ഇത്. അതായത് പല്ല് തേച്ച് കഴിയുമ്പോൾ നമുക്കൊരു മിന്റിന്റെ ആ ഒരു എന്താ പറയുന്നത്, നമ്മൾ മെൻഡോസ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗ്യാസ് എഫക്റ്റ് ഇല്ലേ വായിക്കാത്ത, ആ സാധനം ഇതിനുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മിന്റിന്റെ എല്ലാ സാധനങ്ങൾക്കും ആ ഒരു എഫക്റ്റ് ഉണ്ട്. ഇതിന്റെ ഇതാണ് എൻ്റെ ട്യൂബ് വരുന്നത്. ഇത്രയുണ്ട്, ഇത്രയുള്ളൊരു ട്യൂബാണ്. ഇത്രയുള്ള ട്യൂബ്, മനസ്സിലായല്ലോ. ഇത് എന്തോരമാണ്. ഓക്കെ, 150 ഗ്രാമാണ് ഇത്. ഞാൻ പേസ്റ്റ് ഞാൻ കാണിക്കാം, കാണാവോ എന്നറിയില്ല. ഉണ്ടോ ഈ ഒരു ജസ്റ്റ് ഒരു വൈറ്റ്, വലിയ കളർ അങ്ങനെയല്ല, ഒരു നോർമൽ ഒരു ഇതിനകത്തോട് തിരിച്ചു തരട്ടെ. ഇത്രയും വേസ്റ്റ് ആയി പോകുന്നൊക്കെ ഇത് കുറേ ആയിട്ട്. ഇപ്പം ഞാനിത് ഒരു 2 ആഴ്ചയായിട്ട് ഈ സാധനം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നേ ഇല്ല, അങ്ങനെയല്ല, റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട്. കാരണം അത് ഞാൻ പറയാം, അതുകൊണ്ടാണ് ഈ റിവ്യൂ, ഞാൻ ടൂത്ത് പേസ്റ്റിന്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നത് ആ റീസൺ കൊണ്ടാണ്. നല്ല മണമാട്ടോ, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗ്യാസ് മിഠായിന്റെ പോലത്തെ, പണ്ടത്തെ ഗ്യാസ് മിഠായിയൊക്കെ ഒരു നുസ്റ്റു അടിക്കുന്ന കൂട്ടൊരു സ്മെല്ലാണ് ഈ സാധനത്തിന്. അപ്പോൾ ഇതിന്റെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ സെക്ഷനിലേക്ക് തന്നെ പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ പറയുന്നത് എന്തതിങ്ങനെ, ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ ക്യാമറയ്ക്ക് ഒരു വെട്ടൽ പോലെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതാവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവർ ക്ലെയിം ചെയ്യുന്ന കാര്യം 3x വൈറ്റ്, അതായത് നമ്മുടെ ഉള്ള കളറിൽ നിന്നും നമ്മുടെ പല്ലിനെ 3 മടങ്ങ് വെള്ളയാക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല മഞ്ഞ പല്ലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു കോംപ്ലക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് എന്താണ്, ഇത് ആൾക്കാരൊക്കെ ചോദിക്കില്ലേ ഇത് പല്ലേക്കാത്തതുകൊണ്ടാണോ എന്നൊക്കെ. അപ്പൊ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഒരു പർപ്പിൾ സാധനം ഇപ്പോൾ ഭയങ്കര ഫേമസ് ആവുന്നുണ്ട്. അപ്പൊ അതും യൂസ് ചെയ്യാം. നല്ല രീതിക്ക് വെളുക്കും കേട്ടോ പല്ല്. നല്ല രീതിക്ക് എന്ന് വെച്ചാൽ ഒരു പരിധി വരെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഒരു വൈറ്റനിങ് എഫക്റ്റ് ഈ ടൂത്ത് പേസ്റ്റ് തരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ടൂത്ത് പേസ്റ്റ്, അതായത് ഇവരുടെ ഡ്രീം വൈറ്റ് ടൂത്ത് പേസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജെന്റിലായിട്ട് സ്റ്റെയിൻ റിമൂവ് ചെയ്യും വിത്തൗട്ട് ഇനാമൽ ഡാമേജ് എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ ഈ സാധനം ഇനാമൽ ഡാമേജ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഇവർ ഇതിനകത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഈ 3x വൈറ്റർ ടീത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് 2 times രാവിലെയും നൈറ്റും പല്ല് തേക്കാനായിട്ട് ഇത് ഉപയോഗിക്കുക എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന കേസിൽ എൻ്റെ പല്ല് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്ര മഞ്ഞയല്ല, എക്സ്ട്രീം മഞ്ഞയല്ല, ഒരു ലൈറ്റ് ഷെയ്ഡ് ഓഫ് മഞ്ഞേ ഉള്ളൂ. അപ്പൊ ഞാൻ അത്യാഗ്രഹം മൂത്ത് 2 നേരം ഇത് വെച്ച് പല്ല് തേച്ചിട്ട് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് എന്താവുമല്ലോ, ആർക്കെങ്കിലും ഇറങ്ങി പറയണേ, ഇങ്ങനെ ചെറിയൊരു വെട്ടൽ വരുന്നുണ്ട് ക്യാമറയ്ക്ക്. ലൈറ്റിന്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്നറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മുടെ വെള്ളപ്പല്ല്, അതായത് നല്ല വെള്ളയായിട്ടുള്ള സാധനത്തിന് ഈ ഇനാമൽ പോയി കഴിയുമ്പോൾ ഒരു എന്താ അതിനൊരു കളറ് എനിക്കറിയില്ല പറയാൻ, ചെറുതായിട്ടൊരു ഈ വെള്ള കൂടിക്കൂടി എന്നും പറയാൻ പറ്റത്തില്ല, വേറെ ഒരു പ്രത്യേക കളറ് ഈ പല്ലിൽ ഞാൻ നോട്ടീസ് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ പല്ലിന്റെ എന്തോ ഒരു സാധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉടനെ ഒരുപാട് നാൾ ഇത് വെച്ച് തേച്ചാൽ പല്ലുണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ എന്ന്. കാരണം ഡെയിലി നിങ്ങൾ അത്യാഗ്രഹമൂത്ത് യൂസ് ചെയ്താൽ, നിങ്ങൾക്ക് നല്ല മഞ്ഞയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാഗ്രഹമാണെങ്കിൽ ഇതുപോലത്തെ പ്രശ്നം വരും. ഇനാമൽ ഡാമേജ് ഉണ്ടാക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ എനിക്കിങ്ങനെ പല്ലിന് ചെറിയ കളർ ചേഞ്ച് വന്നപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇവർ പറഞ്ഞു ഇനാമൽ നഷ്ടപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനാമൽ ഡാമേജ് ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ സ്റ്റെയിൻ റിമൂവ് ചെയ്യുന്നുണ്ട്, ജെന്റിലായിട്ടേ ചെയ്യുന്നുള്ളെന്ന് പറയുന്നുണ്ട്. ഭയങ്കര മഞ്ഞയായിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കാണാൻ പറ്റൂട്ടോ. എനിക്ക് ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഡിഫറൻസ് കൂടിയാണ് ഈ ഒരു ഇനാമൽ വരെ പോയ അവസ്ഥ വന്നത് കേട്ടാ.
ഇനാമൽ സേഫ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഇതിനകത്ത് ടോക്സിൻ ഫ്രീ ഫോർമുലേഷൻസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഈ പ്ലേഗ് പോലത്തെ സാധനങ്ങൾ വരത്തില്ലേ പല്ലിന്റെ ഈ സൈഡിൽ അടിവശത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാരില്ലേ, അങ്ങനത്തെ ആ ഒരു സ്റ്റെയിൻ, അതായത് സ്റ്റെയിൻ കൂടി എക്സ്ട്രീം ആവുന്ന ഒരവസ്ഥ, അത് മാറാനായിട്ട് ഇത് നല്ലതാണെന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് ഫ്രഷ് ബ്രീത്ത് കിട്ടും, അത് കറക്റ്റാണ്. നമ്മൾ പല്ല് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമായിരിക്കും. വായിക്കകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കര തണുത്തൊരവസ്ഥ. ഈ മിന്റിന്റെ എല്ലാ സാധനങ്ങളും കിട്ടണ ഒരു ഇതില്ലേ, ഇപ്പൊ മിന്റിന്റെ ഷാമ്പു ആണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ കൂളിംഗ് എഫക്ട് കിട്ടത്തില്ലേ, അത് ഇതും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് മെയിൻ ആയിട്ടും ഇവര് ഈ ഒരു ഇതാണ് പറയുന്നത്, സ്റ്റെയിൻ റിമൂവ് ചെയ്യും, വൈറ്റൻ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെ ആവണം എന്നില്ല. ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ആരോഗ്യക്കുറവൊക്കെ കാണുമായിരിക്കും. ഞാനിങ്ങനെ കാൽസ്യം ഒക്കെ കുറവാകുന്ന ആൾക്കാർക്ക് പൊതുവെ ഇങ്ങനെ പല്ലിനൊക്കെ പ്രശ്നം വരാമല്ലോ. അപ്പൊ എനിക്ക് കാൽസ്യവും ഇല്ല, ഞാൻ ഈ ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റും ആവാം. അതുകൊണ്ട് നമുക്ക് ഇതിന് മാത്രം കംപ്ലൈന്റ് പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഗൂഗിളിൽ കണ്ടൊരു സംഭവമാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ പേസ്റ്റിലൊക്കെ ഇങ്ങനെ ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് വൈറ്റ് ആണ്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോസപ്പിന്റെ പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഗ്രീൻ ആണുള്ളത്. നമ്മുടെ കോൾഗേറ്റിനാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ്, അങ്ങനെ കളറുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ബാഡ്ജിന് ഓരോരോ എന്താണോ നമ്മൾ ഓരോ ടൂത്ത് പേസ്റ്റിന്റെ ബാഡ്ജ്, അതിനകത്ത് ഓരോ അവർ വെറുതെ കൊടുക്കുന്നതല്ല, അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. അപ്പൊ അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഈ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഓൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ വന്നിട്ട് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് പ്ലസ് മെഡിസിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇനി റെഡ് ആണെങ്കിൽ നാച്ചുറൽ പ്ലസ് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇനി ബ്ലാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കെമിക്കലാണ്, ഒന്നും നല്ലതില്ല എന്നുള്ളതാണ്. ദ തിങ് ഇസ് ഇതിന് ആക്ച്വലി വൈറ്റ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, വൈറ്റ് ആയ സ്ഥിതിക്ക് കൂടുതൽ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ വൈറ്റിന് യാതൊരു മീനിങ്ങും ഇല്ല. ഇത് വെറുതെ അവർ കൊടുത്തിരിക്കുന്നതാണ്, യാതൊരു ഒരു മീനിങ്ങും ഇതിനകത്തില്ല. ഈ വൈറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അവർ മീൻ ചെയ്യുന്നില്ല. അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനി ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇതിനകത്ത് ഫ്ലൂറോയിഡ് ഫ്രീ ആണ്. അതുപോലെ വീഗൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ്. ടോക്സിൻ ഫ്രീ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. സംഭവം എല്ലാം ശരിയാണ് കേട്ടോ. നമുക്ക് യൂസ് ചെയ്യുമ്പോഴൊക്കെ നല്ലതാണ്. ചെറിയൊരു എമൗണ്ട് മാത്രമേ എടുക്കാവുള്ളൂ. എപ്പോഴും നമ്മൾ ചിലപ്പോൾ പല്ലൊക്കെ തേക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും, ബ്രഷിൽ നമ്മൾ പേസ്റ്റ് എടുത്തു എന്നിട്ട് നമ്മൾ ചുമ്മാ ഇട്ട് ബ്രഷ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്ന് നനച്ചിട്ട് ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബ്രഷ് നനച്ചിട്ട് പേസ്റ്റ് എടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബ്രഷും ഈ പേസ്റ്റും നനച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ തന്നെയാണ് ഇവരിത് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത് ചെറിയൊരു അളവിലാണ് നമുക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ. കൂടുതൽ അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാ പൊള്ളുന്നൊരു ഫീല് കിട്ടും. നമ്മുടെ നോർമൽ പേസ്റ്റ് നമ്മൾ കോൾഗേറ്റോ ക്ലോസപ്പോ എടുക്കുന്ന രീതിക്ക് ഒരു എമൗണ്ട് ഈ സാധനം എടുത്താൽ നമുക്ക് വാ പൊള്ളും എന്ന് വെച്ചാൽ വാ പൊള്ളുന്നൊരു എഫക്റ്റ് നമുക്ക് കിട്ടും. എനിക്കിതുവരെ ഞാൻ കൂടുതൽ എടുത്ത് പൊള്ളിയിട്ടില്ല. ഇപ്പം ഈ ഒരു ടൂത്ത് പേസ്റ്റ് കണ്ടിട്ട് എൻ്റെ കസിൻസും എൻ്റെ ചിറ്റമാരും അമ്മയൊക്കെ ഇതെന്താ വ്യത്യസ്തമായിട്ടുള്ള പേസ്റ്റ്, ഞങ്ങളും കൂടെ ഉപയോഗിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ട് അവർ 1-2 ദിവസം ഉപയോഗിച്ചതേ ഉള്ളൂ. അവർ നിർത്തി. അവർക്ക് അത്ര താല്പര്യമില്ല. കാരണം എല്ലാവർക്കും ഇതാണ്, ഇതെന്തത് വാ പൊള്ളുന്നുള്ള ഒരു എഫക്റ്റ്. ഇനി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷെ എനിക്കിതെന്തോ വെളുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ആ രീതിക്ക് അങ്ങനെ ഉപയോഗിച്ചു. എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല. പക്ഷെ ഇതാണ് സംഭവം. നിങ്ങളുടെ പല്ല് ആക്ച്വലി മഞ്ഞയാണ്, ഭയങ്കര മഞ്ഞയാണ്. നിങ്ങൾക്ക് ഭയങ്കര നെഗടിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്തോളൂ. ഇത് പെർഫോറയുടെ തന്നെ വേറെയും ഒരു പർപ്പിൾ കളറുള്ള ഒരു ടൂത്ത് പേസ്റ്റും ഇപ്പൊ ട്രെൻഡിങ് ആവുന്നുണ്ട്. അത് വേണമെങ്കിലും യൂസ് ചെയ്ത് നോക്കിക്കോളൂ. ഇതും നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. പക്ഷേ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. അതായത് ഇവർ 2 നേരം ഉപയോഗിക്കാൻ പറയുന്നുണ്ടെങ്കിൽ 1 നേരം ഉപയോഗിച്ചാൽ മതി. 2 നേരം ഉപയോഗിച്ച് ആത്മാർത്ഥത കൂടി പല്ല് തേച്ച് വെച്ചാൽ എന്നെ പോലെ പല്ലിന് ചെറിയൊരു കളർ, അതായത് ഒരു ബ്ലാക്ക് ഷെയ്ഡ്, എന്താ ഇങ്ങനെ വരുന്നത്, ബ്ലാക്ക് ഷെയ്ഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട്, അതായത് ഈ പല്ലിന്റെ എവിടെയൊക്കെ ഒരു ബ്ലാക്ക് ഇങ്ങനെ വര പോലെ വരുന്ന ഒരു സാധനം വന്നു. ബ്ലാക്ക് ആണോ ഒരു സംതിങ്, എന്തോ ഒരു ലൈറ്റിംഗ് എഫക്ട് പോലത്തെ ഒരു സാധനം. എനിക്ക് അതിന്റെ കളർ പറഞ്ഞു തരാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇനാമൽ പോയതാണ്. അപ്പൊ ഇനാമൽ പോകും കൂടുതൽ ഉപയോഗിച്ചാല്. അപ്പൊ അതോർക്കുക, എല്ലാ സാധനങ്ങളും അമിതമായാൽ അമൃതും വിഷം എന്നാണല്ലോ. അപ്പൊ ആ രീതിക്ക് ഇവർ പറയണ ഇത് രണ്ടാണെങ്കിലും നിങ്ങൾ ഒരു നേരം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ആണ്. 299 രൂപയാണ് ഒരു പേസ്റ്റിന്. 299 രൂപ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. എന്നാലും ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മഞ്ഞപ്പല്ലെങ്കിൽ. ഞാനിത് സജസ്റ്റ് ചെയ്യുവാണ്. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ, ഇതൊക്കെ ഒരു റിവ്യൂ ആണോ എന്ന് എനിക്കും തോന്നിയായിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ ഈ പല്ലിന്റെ ഈ പ്രശ്നം ഇതിങ്ങനെ ഇനാമൽ പോയത് കൊണ്ടാണ് മേ ബി ഇത് യൂസ് ചെയ്ത് 3-4 തവണയൊക്കെ പല്ല് തേക്കുന്ന ആൾക്കാരുണ്ടെങ്കിലോ, ഹൈജീൻ ഒക്കെ കൂടി അല്ലെങ്കിൽ ഇതുപോലെ വെളുക്കണം എന്നോർത്ത് അങ്ങനെയുള്ളവർക്ക് പണി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.